ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അവണയങ്കാട് വിഷ്ണുമായ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തിയ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വെള്ളം ദാഹം. അപ്പോൾ അമ്മ അപ്പുറത്തെ കടയിലേക്ക് വെള്ളം മേടിക്കാൻ വേണ്ടി പോയിക്കാണ്. അപ്പോൾ അങ്ങനെ അമ്മേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അമ്മ വന്നു. ഞങ്ങൾ അമ്പലത്തിൽ കയറാൻ പോവാണ്. അമ്പലത്തിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഉള്ളിൽ കയറി തൊഴുതിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഉള്ളിൽ കയറി തൊഴുതൊക്കെ വന്നു. ഇനി ഫുഡ് കഴിക്കാനുള്ള വരിയിൽ ഞങ്ങൾ നിന്നു. ഫുഡ് കഴിക്കാനുള്ള വരിയാണെങ്കിൽ എൻ്റെ അമ്മ ഒടുക്കത്തെ തിരക്ക്. അത് മാത്രമല്ല, പിന്നെ നല്ല വരി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഏറ്റവും പുറകിലായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു. പിന്നെ എനിക്ക് വയ്യാണ്ടായി. പിന്നെ ഇവർ 3 പേരും കൂടിയിട്ട് ഒരു സ്ഥലമൊക്കെ പിടിച്ചത് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സെൽഫിയൊക്കെ ഇങ്ങനെ എടുത്തിരുന്നു. പിന്നെ എനിക്ക് വരിയിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടി. എനിക്ക് ക്ഷമ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അത് കഴിഞ്ഞ് എൻ്റെ കാലൊക്കെ കഴിച്ചപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്നു. പിന്നെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളിത് അവിടെ ഇരിപ്പായി. പിന്നെ ഞാനൊരാളെ കാണിച്ചു തരാം. എൻ്റെ അമ്മാമ്മ വീഡിയോയിൽ ആദ്യമായിട്ട് വരാണ്. ആ പച്ചസാരി എടുത്തതാണ് എൻ്റെ അമ്മാമ്മ. അപ്പോൾ അമ്മാമ്മയും അമ്മയൊക്കെ നല്ല സംസാരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വരി നീങ്ങണ ലക്ഷണമേ ഇല്ല. എനിക്ക് തീരെ വയ്യാണ്ടായി. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കണ ഹാളിലെത്തി. അപ്പോൾ മുന്നേ തന്നെ കിണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സ്പെഷ്യലായിട്ട് പപ്പടം, അച്ചാർ, പിന്നെ ബീട്രൂട്ട് അച്ചാറാണ്. ഇതിപ്പോൾ അമ്മ എന്നെ വിളിച്ച് കാണിച്ചത് അവിടെ ഒരു അച്ചാച്ചൻ വീണു. അപ്പോൾ അത് കാണിച്ചു തന്നതാണ്. അപ്പോൾ ചോറും സാമ്പാറായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഭയങ്കര ചൂട്, നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ വേറൊരു അമ്പലത്തിൽ കൂടി പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു. നമ്മുടെ ഈ തൊട്ടപ്പുറത്ത് തന്നെയാണ്, കുറച്ച് പോയാൽ മതി. ദേവസ്ഥാനം എന്നൊക്കെ പറയും. നല്ല ഭംഗിയാണ് അമ്പലം കാണാൻ. ഇതെൻ്റെ വല്യമ്മയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ആ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ കയറി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. നല്ല ഭംഗിയാണ് അമ്പലം കാണാൻ. അപ്പോൾ ഞാൻ അവിടെ എത്തി. ഇതിൻ്റെ പേരാണ് ദേവസ്ഥാനം എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇങ്ങനൊരു അമ്പലം പുറത്തും ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറാൻ പോവാണ്. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ എന്നെ ദൈവമേ എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ചുമരിൻ്റെ ഈ ഭാഗങ്ങളിൽ മൊത്തം ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഫോട്ടോസ് അല്ല, അതെന്താ എന്നിട്ട് കല്ലുകൊണ്ട് എന്തൊക്കെയോ ചെയ്ത് ഉണ്ടാക്കിയതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഫുള്ള് നമുക്ക് സ്വർണ്ണമാണെന്ന് വിചാരിക്കും, അതേപോലെയാണ്. അപ്പോൾ ഇതിൽ കാണാൻ കുറേ കാര്യങ്ങളുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒന്നാമത്തേത് ഓണായതുകൊണ്ട് എല്ലായിടത്തും പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോവാണ്. ഞാൻ അമ്മേനും വല്യമ്മേനും ഒന്നും നോക്കണമെന്നില്ല. ഇതിപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം നടക്കുകയാണ്. പിന്നെ നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോൺ ഉപയോഗിക്കാം കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ആന ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് ആദ്യം ഒറിജിനൽ ആനയാണെന്ന്. കാരണം എൻ്റെ ചെവി ആടുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി അത് ഡ്യൂപ്ലിക്കേറ്റാണ്. നമുക്ക് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു. അപ്പം ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല. എൻ്റെ അമ്മയും വല്യമ്മയും അമ്മാമ്മയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ എടുത്തത് ഈ ഒരു ഭാഗത്താണ്. ഇത് നല്ലൊരു സ്ഥലമാണ്, ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ എടുക്കുന്ന സമയത്ത് അമ്മ മാറിപ്പോയി. അമ്മയ്ക്ക് പിന്നെ പൊതുവെ ഫോട്ടോ എടുക്കാനൊന്നും അമ്മ അങ്ങനെ വരുമെന്നില്ല. അമ്മയ്ക്ക് ഇഷ്ടമാണ്, എന്നാൽ ചില സമയത്ത് അമ്മ വരില്ല. അങ്ങനെ അവിടെ തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്തെ തന്നെ ഓപ്പോസിറ്റ് തന്നെ ഇങ്ങനെ ഒരു അമ്പലമുണ്ട്. അവിടെ പോയപ്പോൾ ഇങ്ങനെ ഒരു പോത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അവിടെ പോയി ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം, എന്താ പറയുക, നല്ല ഒരു ഇങ്ങനെയൊക്കെ നമ്മുടെ തൃശ്ശൂരിലുണ്ടോ എന്ന് തന്നെ നമുക്കിങ്ങനെ ഇത് കാണുമ്പോഴാണ് അറിയണം ഇങ്ങനത്തെ അമ്പലങ്ങളൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പൂക്കളൊക്കെ കണ്ടു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ അവണയങ്കാട് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. ഞാൻ ഈ അമ്പലത്തിലേക്കൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പം തൊട്ട് കുറച്ച് ഇങ്ങനെ പോയാൽ മതി. നമുക്കപ്പോൾ ഇങ്ങനെ ഒരു അമ്പലങ്ങളൊക്കെ ഉണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയാട്ടോ ഫോട്ടോ എടുക്കാനുള്ള ഭാഗം. അപ്പം ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോ എടുക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വേറെ അമ്പലത്തിൽ കൂടി പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 സ്റ്റോപ്പ്
അങ്ങനെയാണ് അമ്പലങ്ങൾ പണിത് വെച്ചേക്കണത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങൾ ആദ്യം വീട്ടിൽ പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു. പിന്നെയാണ് പറഞ്ഞത് ഇതുപോലെ തന്നെ വേറൊരു അമ്പലം കൂടിയും കുറച്ചങ്ങോട്ട് പോയാൽ ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയിട്ടും കൂടി നമുക്ക് വീട്ടിൽ പോകാമെന്ന്. അപ്പോൾ ഇതേ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓട്ടോ വിളിക്കാനൊക്കെ ഒരുങ്ങാണ്. അപ്പോൾ ഞങ്ങളിതേ വേറൊരു അമ്പലത്തിലെത്തി. ഈ അമ്പലത്തിൻ്റെ പേരാണ് കാനാടിക്കാവ് അമ്പലം. ഈ അമ്പലം ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ എത്തി. അപ്പോൾ ഈ അമ്പലത്തിൽ തന്നെ രണ്ട് ഭാഗത്തും പോത്തിനെ വെച്ചിട്ടുണ്ട്. അമ്പലം കാണാൻ എന്ത് ഭംഗിയാണെന്ന് പറയുമോ, എനിക്ക് നല്ല പോലെ ഇഷ്ടമായി. എനിക്ക് എന്താ പറയുക, ഞാനിത് റീൽസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല, അത് കാരണമാണ് ഉള്ളിൽ അപ്പോൾ ഉള്ളിലത്തൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ തൊഴുത് പുറത്ത് വന്നു. പിന്നെ ഇതൊക്കെ ഞാൻ വെറുതെ ഓരോന്ന് കാണിച്ചു കൂട്ടണതാണ്. പിന്നെ ഈ അമ്പലത്തിൽ രാത്രി സമയങ്ങളിൽ അവിടെ ലൈറ്റൊക്കെ കത്തും, നല്ല ഭംഗിയാണ്. അതേ ഞങ്ങളൊക്കെ തൊഴുത് ഇറങ്ങി. ഈ രാത്രി സമയങ്ങളിൽ ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ. ഞാൻ റീൽസിലാണ് കണ്ടേക്കണത്. നമ്മുടെ ആ മറ്റേ കുളത്തിൻ്റെ അവിടെ, ഈ കുളം ഉണ്ടല്ലോ, ഈ കുളത്തിൻ്റെ അവിടെ ഇങ്ങനെ ലൈറ്റ് കത്തുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ ഓക്കെ, ബായ്.